എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെയാരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മോറ്റും തരും നീതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെയാരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മോറ്റും തരും നീതാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം തരുന്നൊരു വചനം 77-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ദൈവം ആരാകുന്നെന്നും ദൈവം എന്താകുന്നു എന്നും ദൈവം എന്ത് ചെയ്യുന്നു എന്നും നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞോ അത് വെളിപ്പെട്ടു വരും. ആമേൻ. ആമേൻ. ദൈവമേ നീ എൻ്റെ ദൈവം, ദൈവമേ നീ എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ആ പിതാവിൽ നിന്നുള്ള ആ ഒരു സംരക്ഷണം, ആ ഒരു വലിയ പൊതിച്ചിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആമേൻ. ആമേൻ. നീ എന്ത് ചെയ്യുന്നു അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കും. ആമേൻ. ഇവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ആമേൻ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് പറയുക. ദൈവമേ നീ എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഏറിയെല്ലാം വിശുദ്ധീകരണങ്ങൾ നടക്കും. ആമേൻ. ദൈവമേ നീ കരുതുന്ന ദൈവമാകുന്നു, നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കരുതലുകൾ വെളിപ്പെടും. അതാണ് മോറിയ മലയിൽ കണ്ടത്. യഹോവയേ എനിക്ക് വേണ്ടി കരുതും. ഈ അബ്രഹാം ഇത് പറഞ്ഞ് മലമുകളിൽ കയറി യാഗം കഴിക്കുമ്പോൾ സത്യത്തിൽ അവിടെ കരുതൽ വെളിപ്പെട്ടു. മറു സൈഡിലൂടെ ആട്ടുകൊറ്റൻ കയറി വന്നു. ആമേൻ. യഹോവ നിസി, യഹോവന്റെ ജയക്കൊടിയാകുന്നു എന്ന് പറയുമ്പോൾ തോറ്റു കിടക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം ജയം നടക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകും. ആമേൻ. നിനക്ക് കഴിയാത്ത ഒന്നുമില്ല, നീ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാകും. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഇതാണ് ഉപയോഗിച്ചത്. ആമേൻ. അവൻ്റെ ജീവിതത്തിനകത്ത് നിർജീവമായ അവൻ്റെ ശരീരത്തിൽ സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞെടുത്ത്, മനുഷ്യൻ പറഞ്ഞെടുത്ത്, സ്വയം പറഞ്ഞെടുത്ത് ദൈവമായിട്ടൊരു കണ്ടുമുട്ടലും ദൈവശബ്ദവും കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ടായി. അതെന്താണ്? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനുമാണ് എൻ്റെ ദൈവം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. അതവൻ്റെ അകത്ത് കയറിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ നടക്കും. ആമേൻ. ആവർത്തിക്കണം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ സാഹചര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഭയം പറഞ്ഞുകൊണ്ട് നടക്കരുത്. ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് നടക്ക്. യെസ്, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ ഭയാനകമായ
രോഗാവസ്ഥയിൽ, ആ ഭയങ്കരമായ പ്രതിസന്ധിയുടെ നടുവിൽ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാകുന്നു. ആമേൻ. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാകുന്നു. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാകുന്നു. ഇത് ഒത്തിരി വട്ടം ആവർത്തിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ കണ്ണിന് മുമ്പിൽ ഒരു ഇസഹാക്ക് വളർന്നു വരുന്നത് പോലെ ചിലത് വളർന്നു വരും. നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു ആട്ടുകൊറ്റൻ കയറി വരുന്നത് പോലെ ചിലത് കയറി വരും. യെസ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാട്ടെ. ഈ വചനം ഇന്ന് ചിലർക്കുള്ള ദൈവശബ്ദമാണ്. ആമേൻ, സ്തോത്രം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആമേൻ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്ന കർത്താവേ, നീ അത്ഭുത മന്ത്രിയാകുന്ന കർത്താവേ, യേശുപ്പ എന്നെ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അങ്ങയുടെ ദൈവശക്തിക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവെ അങ്ങ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. വിശ്വാസത്തോടെ ഈ വചനങ്ങൾ പ്രഖ്യാപിക്കുക. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തിനകത്തൊരു അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കും. അവർ സമയം കണ്ടെത്തി ഈ ദൂതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ ഒരു അത്ഭുതത്താൽ നീ എതിരേൽക്കണമേ. ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീരണം.